ഹലോ ഗായ്സ്, ചെട്ടിക്കാടൻ ഈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഇവിടുത്തെ ഈ പള്ളിയിലോട്ട് വന്നതാണ്. ഇത് സാൻജവാനിലെ പള്ളിയാണ് കേട്ടോ. ഈ പള്ളിയിൽ പ്രെയർ നടക്കുവാണ്. ആ പ്രെയർ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഓടിച്ചൊന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പള്ളിയുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടോ, ലൈറ്റിംഗ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഈ ലൈറ്റൊക്കെ ഉണ്ട്, അതുമെല്ലാം ഞാൻ നിങ്ങളെ വിശദമായിട്ട് കാണിക്കാം കേട്ടോ. അപ്പം അങ്ങ് ആ ഒരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. കാണാമോ ഗായ്സ്, ഞാൻ ഇതെല്ലാം നിങ്ങളെ ഒന്നുകൂടെ അവൻ്റെ അടുത്ത് ചെന്ന് വെച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. ഈ പള്ളിയുടെ സൈഡിലൊരു പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിനകത്ത് ഇവർ ഈ പള്ളിയുടെ അനുബന്ധിച്ച് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അതായത് യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്നതും ക്രൂശുമരണവും മാതാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഞാൻ അവിടെ ചെന്ന് വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, കാണാമോ നിങ്ങൾക്ക്? അത് അവിടെ ചെന്ന് വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലല്ല, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തുകാരൊക്കെ ഇങ്ങനെയാണ്. ഇവിടുത്തെ ഓരോ കടന്നാളുകൾ വരുമ്പോൾ ഇതുപോലെ ഓരോ അതിനെ പ്രതിനിധീകരിച്ചുള്ള ഓരോ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ വെക്കും. ഹലോ ഗായ്സ്, ഞാനിത് കാണാം. ഇവിടെ ഒരു പള്ളിയുടെ സൈഡിൽ, അതായത് പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഓരോ ലൈറ്റ് കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഞാനത് നിങ്ങളെ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ രാത്രി അല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആകത്തില്ല. ഇതാണെന്നുണ്ടെങ്കിൽ അത്താഴ വിരുന്നാണ്. അതായത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പായിട്ടുള്ള തിരുവത്താഴ ശുശ്രൂഷയിൽ, അതായത് അത്താഴ വിരുന്ന് 12 ശിഷ്യന്മാരും കുടിച്ച് അപ്പവും വീഞ്ഞും ഒക്കെ യേശുക്രിസ്തു കാലും ഒക്കെ കഴുകുന്നതായിട്ടുള്ള അതില്ല, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് എത്രത്തോളം കാണാൻ പറ്റുമെന്നുള്ളത് ക്ലിയർ ആകുന്നുള്ളത്. 12 ശിഷ്യന്മാർ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ശിഷ്യന്മാർ. യേശുക്രിസ്തു കൂടെ കൂടി 13 പേര്. കണ്ടോ? അതിൻ്റെ അപ്പുറത്തേത് ഇത് അത്താഴ വിരുന്ന് കഴിഞ്ഞ് വെച്ച് യൂദ വന്നു വെച്ച് യേശുവിനെ ചുംബിക്കത്തില്ലേ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, യൂദ വന്ന് യേശുവിനെ ചുംബിക്കുന്നത്. പിന്നെ ഇത് ഈ പീലാത്തോസിൻ്റെ പടയാളികളുടെയൊക്കെ നടുവിൽ നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു രംഗം, അതാണ്. പിന്നെ ഇതാണെങ്കിൽ ഞാൻ അവനെ ഒരു അടി അടിച്ചു എന്ന് ബൈബിളിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ അവനെ ഒരു അടി അടിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ്. അങ്ങനെ ദൈവത്തെ, യേശുവിനെ അടിക്കുന്നതായിട്ടുള്ള ഇത്. പിന്നെ യേശു ക്രിസ്തുവിനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുന്നതായിട്ടുള്ള അത് അവർ വിസ്തരിക്കുകയാണ്. വിസ്താരത്തിൽ കൈയൊക്കെ കെട്ടി ഇങ്ങനെ പടയാളികളുടെയൊക്കെ മുമ്പിലായിട്ട് അങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോ അല്ല, ലൈറ്റിങ്. പിന്നെ വരുന്നത് ഇത് യേശുക്രിസ്തു ക്രൂശുമായിട്ട് നടന്ന് വിസ്താരമൊക്കെ കഴിഞ്ഞ് ക്രൂശുമായിട്ട് നടന്ന് വന്ന് മാതാവിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ വീഴുന്നതായിട്ട്, അതപ്പോൾ മാതാവും യേശുക്രിസ്തു മുഖാമുഖം കാണുന്നതായിട്ടുള്ളൊരു രംഗമാണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇത് പിന്നെയും മാതാവല്ല, ഇതൊരു സ്ത്രീ, അതായത് ക്രൂശുമായി യേശുക്രിസ്തു പോകുമ്പോൾ ഒരു സ്ത്രീയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതല്ല, സ്ത്രീ വന്ന് എതിരേൽക്കുന്നതും അല്ല, ഒരു സ്ത്രീയുമായിട്ട് മുഖാമുഖം കാണുന്നതായിട്ട്. അതിന് മാതാവാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് എന്താ, പടയാളികളുടെ നടുവിൽ യേശുക്രിസ്തു ക്രൂശുമായിട്ട് ഇങ്ങനെ പോവാം. പടയാളികളുടെ കൂടെ യേശുക്രിസ്തു ക്രൂശുമായിട്ട് പോകുന്നു. ഇതാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിരിക്കുന്നത്, അത് ക്രൂശേ കിടക്കുന്നതായിട്ടുള്ള വീഡിയോ. അത് ലൈറ്റ് വന്നിട്ടില്ല കേട്ടോ. മറ്റേത് ചെറുതായിട്ട് കാണത്തുള്ളൂ. അതിന് മണ്ടയ്ക്ക് INR എന്നൊക്കെ എഴുതി. ഇതൊരു ഇവിടുത്തെ പള്ളിയാണ് കേട്ടോ, ഇവിടുത്തെ പള്ളിയാണിത്. ഇത് കണ്ടോ, ഇത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ കിടക്കുമ്പോൾ ദൂതന്മാർ വന്ന് പിടിക്കുന്നതും, താഴെ മറിയം, പിന്നെ വേറെ ഒരു സ്ത്രീയാന്ന് തോന്നുന്നു, അങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള അങ്ങനെ ഒരു ഇതാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വാളുകൊണ്ട് കുത്തിയ പോലെന്നുള്ളൊരു എന്നാൽ യേശുക്രിസ്തു ഇല്ലാഞ്ഞിട്ടാണോ അങ്ങനെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്.
അതെന്തുവാന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പിന്നെ ഇത് വേണ്ടിങ്ങനെ ഇത് കണ്ടോ, ഇതിനടിയിൽ എഴുതി വെച്ചിട്ടില്ല ഇത് എന്താണെന്നുള്ളത്. അത് നോക്കിയാലേ അത് മനസ്സിലാകത്തുള്ളൂ. നമുക്കിത് മനസ്സിലാകത്തില്ല എന്താണെന്നുള്ളത്. എന്നാലും ഇതിങ്ങനെ ലൈറ്റിങ്ങിന് കാണിച്ചിരിക്കുന്നത് കണ്ടാ കൊള്ളാവോ, രസമില്ലേ? ഇതാണ് ഇവിടുത്തെ പള്ളിയെ. പള്ളിക്കകം വേണം ഞാൻ കയറി കാണിച്ചു തരാം. പള്ളിക്കകം പള്ളിയിൽ മീറ്റിംഗ് എന്ന് തോന്നുന്നു. പള്ളി പള്ളിയിൽ ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്നൊന്നും ഒരു ടോക്കണൊക്കെ എടുത്താണ് കയറി പോകുന്നത്. യേശുവിൻ്റെ ഇവിടെ ടോക്കൺ soldata al patriarca, soldata al profeta, soldata all'apostolo.